നമസ്കാരം. എല്ലാവർക്കും ആനന്ദസായി പട്ടാഴി എന്ന യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഒരു തമിഴ് ഗാനത്തിന്റെ തബല നോട്ട്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. വൈദേഹി കാത്തിരുന്താൽ എന്ന തമിഴ് സിനിമയിലെ പി ജയചന്ദ്രൻ സാർ പാടിയ റാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് എന്ന വളരെ മനോഹരമായ ഒരു തമിഴ് സിനിമാ ഗാനത്തിന്റെ തബല നോട്ട്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഏറ്റവും ഒരു ബിഗിനറിന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ സോങ് പഠിപ്പിക്കുമ്പോൾ ആദ്യം ഇതിന്റെ ഒറിജിനൽ, ഈ ഒരു സോങ്ങിലെ ഒറിജിനൽ വായിച്ചിരിക്കുന്ന നോട്ട്സും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് നമുക്ക് നമ്മുടേതായ രീതിയിലും വായിക്കാൻ പറ്റുന്ന ഒരു നോട്ട്സും കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറിജിനൽ നോട്ടും അതുപോലെ തന്നെ മറ്റൊരു നോട്ടും ഇതേ സെയിം ആയിട്ട് ഈ പാട്ടിന് ലിങ്ക് ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റുന്ന മറ്റൊരു നോട്ട്സും ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ എല്ലാ നോട്ട്സും ആദ്യം മുതൽ അവസാനം വരെയും ഈ ക്ലാസ് കാണുക. നോട്ട് ബുക്കിൽ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ പാട്ട് വായിക്കേണ്ട സ്കെയിൽ എന്ന് പറയുന്നത് എഫ് സ്കെയിലാണ് നമുക്ക് ഈ പാട്ട് വായിക്കേണ്ടത്. അതേപോലെ തന്നെ താളം എന്ന് പറയുന്നത് തിസ്ര നടയിലാണ് നമുക്ക് ഈ പാട്ട് വായിക്കേണ്ടത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഈ സോങ്ങിന്റെ ആദ്യ ഭാഗം നോക്കുകയാണെങ്കിൽ ആദ്യം പാട്ടിന്റെ ഒരു ഫസ്റ്റ് സ്റ്റാൻസ ലൈൻ കണ്ടിന്യൂസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷെ അവിടെ നമുക്ക് തബല വായിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് തബല വായിക്കുന്നത്. ആദ്യം ഈ പാട്ട് നല്ല രീതിയിൽ തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുക. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കണം ആദ്യം. അപ്പൊ നമുക്ക് അവിടെ വായിക്കേണ്ട ഒരു നോട്ട് എന്ന് പറയുന്നത് ഒറ്റ നോട്ടാണ് പോകുന്നത്. ആ ഒരു ഒറ്റ നോട്ട് കണ്ടിന്യൂസ് നമുക്ക് എല്ലാ സ്റ്റാൻസിലും നമുക്ക് ആ ഒരു നോട്ടാണ് വായിക്കാനുള്ളത്. അവിടുത്തെ ആ നോട്ട് എന്ന് പറയുന്നത് ധിൻ ധിന്ന ധിന്ന ധിൻ ധിന്ന ധിന്ന ധിൻ ധിന്ന ധിന്ന. നമുക്ക് തുടങ്ങേണ്ടത് റാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് എന്ന ലൈനാണ് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് എന്ന ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ വായിക്കേണ്ടത് ധിൻ ധിന്ന ധിന്ന ധിൻ ധിന്ന ധിന്ന. എന്നൊരു രീതിയിലാണ് നമുക്ക് വായിക്കേണ്ടത്. അപ്പൊ സ്ലോയിൽ നോക്കിയാണെങ്കിൽ ദിൻ ദിന്ന ദിന്ന ദിൻ ദിൻ ഇൻഡെക്സ് മിഡില് ദിൻ ദിന്ന, നെക്സ്റ്റ് ദിൻ മിഡില് ദിന്ന. എന്നാണ് നമുക്ക് ആ ഒരു നോട്ട് അവിടെ വായിക്കേണ്ടത്. അത് ഇങ്ങനെ ഈ നോട്ട് വായിച്ചാണ് നമുക്ക് ആ ഫസ്റ്റ് സ്റ്റാൻസ എൻഡ് ചെയ്യേണ്ടത്. പിന്നെ ബീജം വരുന്നു. ബീജം നമുക്ക് ഇതേ നോട്ട് തന്നെയാണ് വായിക്കേണ്ടത്. ധിൻ ധിന്ന ധിന്ന എന്ന ഈ സെയിം നോട്ട് തന്നെയാണ് വായിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് സ്റ്റാൻസ കണ്ണുക്കൊരു വണ്ണക്കിളി എന്ന ലൈൻ വരുന്നു. അവിടെ നമുക്ക് ഇതേ നോട്ട് തന്നെയാണ് ധിൻ ധിന്ന 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 എന്ന നോട്ട് തന്നെയാണ് വായിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു സെക്കൻഡ് സ്റ്റാൻസ എൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു തിഹായി വായിക്കുന്നുണ്ട്. അവിടെ വായിക്കേണ്ട തിഹായി എന്ന് പറയുന്നത് ധാ ധ തിട്ട് ധാ ധാ ധ തിട്ട് ധാ ധാ ധ തിട്ട് ധാ ധാ ധ തിട്ട് ധാ എന്ന തിഹായിയാണ് നമ്മളവിടെ വായിക്കേണ്ടത്. ധാ ധ തിട്ട് ധാ. ദിൻ ദിന്ന ദിൻ ദിന്ന ധാ ധ തിട്ട് ധാ എന്നൊരു തിഹായി വായിച്ചാണ് നമുക്ക് ആ ഒരു സെക്കൻഡ് സ്റ്റാൻസ എൻഡ് ചെയ്യേണ്ടത്. അടുത്തത് ആ ഒരു സെക്കൻഡ് സ്റ്റാൻസ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വായിക്കേണ്ടത് ബിജിഎം ആണ്. ബിജിഎം അതേ നമ്മൾ നേരത്തെ പഠിച്ച അതേ സെയിം തന്നെയാണ് വായിക്കേണ്ടത്. ദിൻ ദിന്ന
ധിന്ന, അതേ സെയിം നോട്ട് തന്നെ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റാൻസ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ദിൻ ദിന്ന അധിന്ന എന്ന് വായിച്ച അവസാനം ആ തിഹായും കൂടെ വായിച്ച് നിർത്തുന്നു. ആ ഒരു തിഹായും കൂടെ വായിച്ച് നമുക്ക് തേർഡ് സ്റ്റാൻസയും എൻഡ് ചെയ്യാൻ സാധിക്കും. തേർഡ് സ്റ്റാൻസയെ നമുക്ക് എൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസ ഒന്നും കൂടെ വായിക്കുന്നുണ്ട്. അങ്ങനെ വായിച്ച് നമുക്ക് ഈ സെയിം നോട്ട് തന്നെ വായിച്ച് നമുക്ക് ഈ ഒരു സോങ് എൻഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒറ്റ നോട്ട് ഇവിടെ വായിക്കുന്നുള്ളൂ. ഏതാണ്? നമുക്ക് ദിൻ ദിന്ന ധിന്ന ദിൻ ദിന്ന ധിന്ന എന്ന ആ ഒരു സെയിം നോട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ വായിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു നോട്ടും ഈ ദിൻ ദിന്ന ധിന്ന എന്നതിന് പകരം നമുക്ക് വായിക്കാൻ സാധിക്കും. അതൊന്ന് നോട്ട് ചെയ്യുക. അത് ധാധാത്തിൻ താധാത്തിൻ 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 ധാധാത്തിൻ താധാത്തിൻ. പക്ഷെ ഇതിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ധിൻ ദിന്ന ധിന്ന എന്ന നോട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു നോട്ട് നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും. നമുക്ക് പല പല നോട്ടുകളും വായിക്കാം. നമ്മുടെ രീതിയിൽ ഒരു മനോധർമ്മം എന്ന രീതിയിൽ നമുക്ക് ഇതിന് ചേരുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. നമുക്ക് ഈ റാസാത്തി ഉന്ന എന്ന ലൈന് നമുക്ക് ആ ഫസ്റ്റ് ആൻസർ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലാ ലാ എന്നും കൂടെ ചേർത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മൾ ഇപ്പൊ തിഹായി വായിച്ചിട്ട് എന്ന് വായിച്ചു കഴിഞ്ഞിട്ട് റാസാത്തി റാസാത്തി എന്നും കൂടെ നമുക്ക് വായിച്ചു കഴിഞ്ഞ് ആ സാധനം കൂടെ നമുക്ക് കയറ്റി കഴിഞ്ഞാൽ ദാദാത്തിൻ എന്നുള്ളത് നമുക്ക് അങ്ങനെ വായിക്കാൻ സാധിക്കും. റാസാത്തി ഇതൊന്നും ആ ഒരു സോങ്ങില് ഒറിജിനൽ സോങ്ങിൽ ഇല്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രീതിയിൽ നമ്മുടെ ഒരു മനോധർമ്മം എന്ന രീതിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അവസാനം നമുക്ക് ആ തിഹായും വായിച്ച് നമുക്ക് എൻഡ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ഉള്ളൂ ഇതിന്റെ തബല നോട്ട്സ്. വളരെ സിമ്പിൾ ആണ്. ഒറ്റൊരു നോട്ട്സേ നമുക്ക് വരുന്നുള്ളൂ. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾ ഈ ക്ലാസ് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഇതിന് ഒരു കമന്റും കൂടെ ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.